ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു അരിപ്പത്തിരി ഉണ്ടാക്കണം നോക്കാവേ. ഞാൻ ഇടിയപ്പപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരിപ്പൊടി തന്നെ എടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. നോർമൽ അരിപ്പൊടിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു അരിപ്പത്തിരി കിട്ടുന്നത് കേട്ടോ. ഇനി എനിക്ക് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് അറിയാഞ്ഞിട്ടെന്നല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത്രയും വർഷത്തിൽ ട്രൈ ചെയ്തതിൽ ഈ ഫസ്റ്റ് ടൈമാണ് ഇത്രയും സോഫ്റ്റായിട്ട് നല്ലൊരു അരിപ്പത്തിരി കിട്ടുന്നത്. കാര്യം സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയാലും ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരും. അതേ റെസിപ്പി ഒരു ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ലാതെ അതേ റെസിപ്പി ഞാൻ രണ്ടാമത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പായിപ്പോവും. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഫസ്റ്റ് ടൈം മുതൽ ഇപ്പോൾ ഇതുവരെയും ഒരു മാറ്റവും ഇല്ലാതെ വരുന്നൊരു റെസിപ്പി ഉണ്ടെങ്കിൽ അത് ഈ അരിപ്പത്തിരിയുടേതേ ഉള്ളൂ. ശരിയാകാറേ ഇല്ല. പരത്തുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എക്സ്പെർട്ടായിട്ട് റൗണ്ടിനൊക്കെ പരത്തിയെടുക്കുന്നില്ലേന്ന്. ഒന്നുമില്ല. അത് ഞാൻ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഉമ്മ ഇതിനകത്ത് എക്സ്പേർട്ടാണ് കേട്ടോ. ഈ അരിപ്പത്തിരി, ചപ്പാത്തി, എനിക്ക് തോന്നുന്നു മലപ്പുറത്തൊക്കെ കൂടുതൽ ഈ അരിപ്പത്തിരിയാണ് കൂടുതൽ. അരിപ്പത്തിരി, ഈ നീർദോശ, അതൊക്കെയാണ് കൂടുതലും അവിടെ. അതുകൊണ്ടായിരിക്കാം അരിപ്പത്തിരിയും ചപ്പാത്തിയും ഒക്കെ നിന്ന നിൽപ്പിന് എത്ര എണ്ണം വേണമെങ്കിലും അവർ ഒറ്റയ്ക്ക് ആരുടെ സഹായം ഇല്ലാതെ തന്നെ കുഴച്ച് പരത്തി ചുട്ടെടുക്കാനൊക്കെ ഭയങ്കര സന്തോഷമാക്കുക നമുക്ക് ചെയ്തു തരുന്നതിനായാലും. ഞാനിത് ഉണ്ടാക്കി മടുത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇതിലോട്ട് അങ്ങനെ തിരിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ചപ്പാത്തി ആയാലും അരിപ്പത്തിരി ആയാലും പക്ഷേ ഇഷ്ടമാണ്, മക്കൾക്കും എനിക്കൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഉമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും അരിപ്പത്തിരിയും. കടയിൽ നിന്ന് എനിക്കതങ്ങനെ ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ, വീട്ടിലുണ്ടാക്കുന്ന പോലെ. അപ്പോൾ ഉമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരും. ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിതുപോലെ അരിപ്പത്തിരി ഉണ്ടാക്കി നോക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നു. മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഇക്കാക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാര്യം ഉമ്മ ഉണ്ടാക്കുമ്പോൾ കൂടുതലും മലപ്പുറം സൈഡിലോട്ട് ഉണ്ടാക്കുന്ന പോലെ ഈ തേങ്ങ അരച്ച തക്കാളിക്കറി, തേങ്ങ അരച്ച മുട്ട പൊട്ടിച്ച് ഒഴിച്ച കറി, അങ്ങനത്തെ കറി. ഇനി കറിയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ചിക്കൻ കറിയൊക്കെ കൂട്ടി കടയിലെ അരിപ്പത്തിരിയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഈ ചുട്ടെടുക്കുന്ന പരിപാടി എൻ്റെ ജോലിയായിരുന്നു കേട്ടോ. ഉമ്മ ഇതല്ല, അരിപ്പത്തിരി ആയാലും ചപ്പാത്തി ആയാലും ഉമ്മ എന്നെ ഏൽപ്പിക്കും. നീ അതങ്ങ് ചുട്ടിടെന്ന് പറയും. അപ്പോൾ ഞാൻ ചുട്ടെടുത്താലും ഇത് കരിഞ്ഞു പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവസാനം ഉണങ്ങി വിറക് കഷ്ണം പോലെ ഇരിക്കും. ഉമ്മ എന്നെ വഴക്ക് പറയും. അപ്പം ഞാൻ പിന്നെ ചെയ്തൊരു ട്രിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ഇത് തവയ്ക്കകത്ത് ഇടുന്ന സമയം മുതൽ ഞാൻ എണ്ണാൻ തുടങ്ങും. അതായത് ഞാൻ എത്ര വരെ എണ്ണി എത്തുമ്പോഴാണ് ഉമ്മ ഇത് തിരിച്ചിടുന്നത് എടുക്കുന്നതെന്നൊക്കെ നോക്കും. അങ്ങനെ ഞാൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ഒരു ട്രിക്കിലൂടെയാണ് ചുട്ടെടുക്കാൻ പഠിച്ചത്. പിന്നെ അങ്ങ് ശീലമായി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.